ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മഴത്തോരും മുംബൈയുടെ പുതിയൊരു പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഒന്ന് ശ്രമിക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് നമ്മുടെ രേവതി അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴുണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ തിരിച്ചു വരുന്ന രേവതിയിൽ ഒട്ടേറെ സംശയങ്ങൾ മനസ്സിലുണ്ട്. തൻ്റെ അമ്മ എന്തൊരു പാപമായിരുന്നു, അമ്മേനെ എന്തിനാണ് അച്ഛൻ ഉപേക്ഷിച്ചത്, ആ സ്ത്രീ കാരണമായിരിക്കും ഉപേക്ഷിച്ചത്, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ. തൻ്റെ അമ്മേനെ താൻ കണ്ടിട്ടില്ലല്ലോ, അമ്മ മരിച്ചതുകൊണ്ടല്ലേ തനിക്ക് ഇങ്ങനെയെല്ലാം വന്നത്, തൻ്റെ അമ്മ മരിക്കാൻ കാരണം ഈ അച്ഛൻ തന്നെയാണോ, അച്ഛൻ ആ സ്ത്രീയെ വിവാഹം കഴിച്ചത് കൊണ്ടാണോ തൻ്റെ അമ്മ മരിച്ചത്, അങ്ങനെ ഒട്ടേറെ സങ്കടങ്ങളും ഭയങ്കര വിഷമവും എല്ലാം രേവതിക്കുണ്ട്. അപ്പോൾ രേവതി ഇത് നമ്മുടെ ഗ്രേസിയോടൊക്കെ മാമച്ചനോടും പറയുന്നുണ്ട്, എനിക്കിനി ആ വീട്ടിലേക്ക് പോവണ്ട, എന്നെ ഒരിക്കലും ആ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്, എനിക്കിനി നിങ്ങൾ രണ്ടുപേരും മതി എന്നെല്ലാം പറഞ്ഞിട്ട്, എൻ്റെ അമ്മ മരിച്ചുകൊണ്ടല്ലേ എനിക്ക് ഈ വിധി വന്നേ എന്നെല്ലാം പറഞ്ഞിട്ട് പാവൻ രേവതി നല്ല കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസി പറഞ്ഞ് രേവതിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഇനി അവിടെ പോവണ്ട, നിനക്ക് ഞങ്ങളില്ലേ എന്നും പറഞ്ഞിട്ട് രേവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഗ്രേസി. അങ്ങനെ ഗ്രേസിയും രേവതിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുന്ന മാമച്ചനും ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ മാമച്ചൻ അങ്ങനെ ഇവരുടെ മുമ്പിൽ പൊട്ടിക്കരയാനൊന്നും പറ്റത്തില്ലല്ലോ, ഇവർക്ക് ആശ്വാസവും ഒരു താങ്ങും തണലും ആയിട്ടൊക്കെ നിൽക്കേണ്ട ആളല്ലേ മാമച്ചൻ. അതുകൊണ്ട് തന്നെ മാമച്ചൻ മാറിപ്പോയി നിന്നാണ് കേട്ടോ കണ്ണൊക്കെ തുടയ്ക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബബിതേനെയും രോഹിതിനെയും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബബിത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് ചെന്ന് പറയുന്നുണ്ടല്ലോ, അവളുടെ അങ്കിളുമാരായിട്ടുള്ള ശിവനോടും രാജീവനോടും ചെന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോണ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശിവനും രാജീവനും പറയുന്നുണ്ട്, അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ പോകണ്ട കേട്ടോ, നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പതുക്കെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് പോയാൽ മതി, എന്നായാലും പോകേണ്ടതല്ലേ, അതല്ലേ നിങ്ങളുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ബബിതനോട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ പോവാണ്, നാളെ തന്നെ പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ പിള്ളേരൊരു നല്ല തീരുമാനത്തിലെത്തിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് രാജീവനും ശിവനും. അപ്പോൾ രാജീവനും ശിവനും പറയുന്നുണ്ട്, എന്നാൽ ഞാനും വരാം, നമുക്ക് ഒരുമിച്ചിട്ട് പോയിട്ട് അവരെ കൊണ്ടുവന്നാക്കാം എന്നുള്ള തീരുമാനത്തിൽ അവരെത്തുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഹരി ബബിതേനെ വീണ്ടും ഭീഷണിപ്പെടുത്താമെന്നുള്ള രീതിയിൽ അവളുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ ഫോണ് തല്ലിപ്പൊടിച്ച് കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നീ സന്തോഷിക്കണ്ടടി, എൻ്റെ കയ്യിലുണ്ടത്. ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിച്ചു, എൻ്റെ 1.5 ലക്ഷം രൂപയുടെ ഫോണാണ് നീ തകർത്ത് കളഞ്ഞത്, നിന്നോട് ഞാൻ അതിനൊരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഞാനൊരു പുതിയ ഫോൺ വാങ്ങിച്ചു, ആ ഫോണൊന്ന് സിം ആക്ടിവേറ്റ് ചെയ്യാവേണ്ട താമസം മാത്രമേ ഉള്ളൂ, നിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അത് പബ്ലിക് ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്, അവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും ബബിതക്ക് ഒരു കൂസലും ഇല്ല കേട്ടോ. ബബിത പറയുന്നുണ്ട്, നീ എന്താന്ന് വെച്ചാൽ കാണിക്കടാന്നൊക്കെ അവൾ പറയുന്നുണ്ട്. നിൻ്റെ മുഖം മൂടി ഞാനും വലിച്ചു കീറും, ഞാനും എല്ലാവരോടും പറയും, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നീയാണ് എന്നറിയിച്ചുകൊണ്ടേ ഞാൻ എന്തെങ്കിലും ചെയ്യൂ എന്നെല്ലാം ബബിതയും പറയുന്നുണ്ട്. ബബിത ഒട്ടും തോറ്റു കൊടുക്കാനായിട്ട് തയ്യാറല്ല കേട്ടോ. അങ്ങനെ ഹരിക്കാകെ ദേഷ്യം വരാണ്, നീ എന്നെ എന്താടി വിളിച്ചത്, ഡാന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അതേടാ ഡാൻ തന്നെ വിളിക്കൂ, നീയൊക്കെ ഒരു ചേട്ടനാണോടാ, ചേട്ടൻ്റെ സ്വഭാവമാണോ നീ കാണിക്കുന്നത്, നീ കുടുംബത്തിൽ കാണിക്കുന്ന ആ സ്വഭാവമാണോ, നീ എന്നോട് കാണിച്ചത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബബിത. അങ്ങനെ ഈ വെല്ലുവിളിച്ച് പോകുമ്പോൾ നമ്മുടെ രോഹിത് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. രോഹിതിന് പക്ഷേ ഇത് എന്താണ് കാര്യം എന്ന് അവന് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞ് ബബിതയുടെ റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ രോഹിത് ബബിതയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഡോറൊക്കെ തട്ടി അവനകത്തേക്ക് ചെന്നിട്ട് ബബിതേനോട് ചോദിക്കുന്നുണ്ട്, നീ പോവാൻ തന്നെ തീരുമാനിച്ചോ, നമ്മൾ നാണം കെട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്, അവളുടെ മുന്നിൽ അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് നമ്മൾ വീണ്ടും നാണമില്ലാതെ കയറി ചെല്ലുന്ന പോലെ ആവുമല്ലോടിന്ന് ചോദിക്കുന്നുണ്ട് ബബിതനോട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ പോകാൻ എന്തായാലും തീരുമാനിച്ചു, ഇവിടെ നിന്നാൽ ശരിയാവില്ല, എന്ത് നാണക്കേടാണ് ഏട്ടാ, നമ്മുടെ വീട്ടിലേക്കല്ലേ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ബബിത. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അവിടെ അച്ഛനും കൃഷ്ണയും എല്ലാം ഒറ്റക്കെട്ടാണ്, എല്ലാവരും അവളുടെ ഭാഗത്താണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രോഹിത്.
നാണം കെടും നമ്മളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കും, ആരുടെ മുമ്പിലാണ് ചേട്ടാ നമ്മ നാണം കെടുന്നത്? നമ്മുടെ അച്ഛൻ്റെ മുമ്പിലല്ലേ, പിന്നെ അവിടെ ഉള്ള നമ്മുടെ അനിയത്തിയല്ലേ, കൃഷ്ണയല്ലേ. വേറെ ഒന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ചേട്ടാ, അത് സാരമില്ല. വല്ലയിടത്തും കിടന്ന് വല്ല വീട്ടിലും കിടന്ന് നാണം കെടുന്നതിലും ഭേദമല്ലേ അത് എന്ന് പറയുന്നുണ്ട് ബബിത. ചേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ചേട്ടൻ ഇവിടെ കുറച്ച് ദിവസം കൂടി നിന്നോ, പക്ഷെ ഞാൻ പോവാണ് കേട്ടോ എന്ന് പറയും ബബിത. അപ്പോൾ രോഹിത് പറയൂട്ടോ, രോഹിതിന് എന്തായാലും അനിയത്തിയോട് നല്ല സ്നേഹമുണ്ട്, അവളെ ഒറ്റക്ക് വിടാൻ അവന് മനസ്സില്ല, രണ്ടുപേരും എന്തായാലും ഒരുമിച്ചല്ലേ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്തായാലും നീ ഒറ്റക്ക് പോകണ്ട, നിൻ്റെ കൂടെ ഞാനും വരാം, നമുക്ക് എന്തായാലും ഒരുമിച്ച് തന്നെ വീട്ടിലേക്ക് പോവാം, അവരെല്ലാവരും അവിടെ ഒറ്റക്കെട്ടായിരിക്കും, അപ്പോൾ പിന്നെ ഞാനെങ്ങനെയാ നിന്നെ തനിച്ചു വിടുന്നത്, അച്ഛനും കൃഷ്ണയും എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും, നീ അവിടെ ഒറ്റപ്പെട്ടു പോവില്ലേ, അതുകൊണ്ട് ഞാൻ എന്തായാലും നിൻ്റെ കൂടെ വരാം എന്ന് പറയുന്നുണ്ട് രോഹിത്. അങ്ങനെ ഇവരെന്തായാലും അവിടെ കൊണ്ടുവിടാൻ തീരുമാനിക്കുകയാണല്ലോ രാജീവനും ശിവനും. അപ്പോൾ ഇതിനിടയിൽ എന്താ പറയുക, ഒരു കോലിട്ടിളക്കാന്ന് പറഞ്ഞ പോലെ നമ്മുടെ കമല വരെ കയറി വരുന്നുണ്ട്. അപ്പോൾ കമല ഇവരോട് നിങ്ങളുടെ അനിലെ നിങ്ങളുടെ അനിയത്തിയെ അല്ല ചേച്ചിയായിട്ട് കാണണം, അവളോട് ഇനി എന്താ പറയുക ബബിതേ നിൻ്റെ ഈ സ്വഭാവമൊക്കെ എടുത്ത് അവളുടെ അടുത്ത് ചെല്ലരുത് എന്നൊക്കെ ഉപദേശിക്കുന്നുണ്ട് രാജീവനും ശിവനും. അപ്പോൾ ഇത് കേൾക്കുന്ന കമല ചോദിക്കുന്നുണ്ട്, ചേച്ചിയോ, ആരുടെ ചേച്ചി, എവിടെന്നോ പിഴച്ചു വെറ്റ് വന്ന ഒരു ജന്മമല്ലേ അവള്, അവളെന്തിനാ ഇവർ ചേച്ചിയായിട്ട് കാണുന്നത്, നിങ്ങൾ അങ്ങനെ ഒന്നും കാണാണ്ട പിള്ളേരെ, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോകുന്നൊക്കെ നടക്കുന്നൊക്കെ പറയുന്നുണ്ട് കമല. ഇത് കേൾക്കുന്ന ശിവനും രാജീവനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. രാജീവൻ ചോദിക്കുന്നുണ്ട്, കമലയെടുത്ത് ഇതെന്തോന്നാ ഈ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് ഞങ്ങളുടെ വീട്ടുകാരിയാണ്, ചേട്ടത്തി ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഞങ്ങളുടെ പെങ്ങളുടെ വീട്ടിലെ കാര്യമാണ്, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങൾ ഇവരോട് നല്ലത് രീതിയിൽ പറഞ്ഞു കൊടുക്കട്ടെ, ചേച്ചിക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കമല. അപ്പോൾ അത് കേൾക്കുന്ന കമലയ്ക്കും ദേഷ്യം വന്നിട്ട്, ഓ ഞാനൊന്നും പറയുന്നില്ലേ, നിങ്ങളായി നിങ്ങളുടെ വീട്ടുകാരായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ പെങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ട് കമല അങ്ങയുടെ അകത്തേക്ക് കയറി നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണയും കൂടി വൈജയന്തിനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അലീന അവർ വന്നൊക്കെ കഴിയുമ്പോൾ വീട്ടിലേക്കുള്ള സാധനം എന്തൊക്കെയോ വാങ്ങിക്കണം എന്നെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അലീന അവരോട് പറഞ്ഞയക്കുന്നത്. അവരങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയ സമയത്താണ് അലീനയ്ക്ക് കോൾ വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ മനുവാണ് വിളിക്കുന്നത്. അപ്പോൾ മനു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ, എന്താണ് പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ, ഇന്നിവിടെ എനിക്കൊരു ഉദ്ഘാടനമുണ്ട്, പിന്നെ എന്തോ സമ്മേളനമുണ്ട് എന്നൊക്കെ അവൾ കളിയാക്കിയിട്ടൊക്കെ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ കളിയാക്കാനൊക്കെ തുടങ്ങിയില്ലേ എന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു. അങ്ങനെ അത് അവരുടെ സംസാരമൊക്കെ നല്ല രസമാണ് കേട്ടോ നമ്മൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം മനു പറയും, ഞാനെന്താ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, മനുവേട്ടൻ വരുന്നുണ്ടോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇവിടെ കൂട്ടാനൊക്കെ കറി വയ്ക്കാനൊക്കെ ഒന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുമോ, മീൻ വാങ്ങിച്ചിട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അതേ ഞാൻ നിൻ്റെ കെട്ടിയോനല്ല കേട്ടോ, കെട്ടിയോനായിട്ടില്ല, കെട്ടിയോനാവട്ടെ എന്നിട്ട് ഞാൻ നിനക്ക് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് തരാം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ മനു പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ അലീന പറയണ്ടോ ഒന്ന് പോ മനു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രണ്ടുപേരും കൂടെ. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇവിടെ നിന്ന് രണ്ടുപേര് അങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇന്ന് അച്ഛനും ഇളയച്ചനും കൂടിയിട്ട് അവരെ തിരിച്ച് അങ്കിളിൻ്റെ വീട്ടിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് അവർ വരാണ് കേട്ടോ, അവരുടെ വീട്ടിലേക്ക് തന്നെ. അപ്പോൾ അവരെ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ടോ എന്തായാലും വരട്ടെ, രണ്ടുപേർക്ക് ഇനിയിപ്പോൾ എന്തായാലും അവരുടെയൊക്കെ എനിക്കൊരു നോട്ടം അവരുടെ കാര്യത്തിൽ എത്തുമല്ലോ, അവരെന്തായാലും വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അപ്പോൾ മനു പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, നീ ഒന്ന് ബാലചന്ദ്രൻ്റെ അങ്കിളിനോടൊന്നും പറഞ്ഞ് ഏൽപ്പിക്കണം കേട്ടോ, അവർ വരുമ്പോൾ അവരൊന്നും പറയാനൊന്നും നിൽക്കണ്ട, അധികമൊന്നും അവരൊന്നും പറയണ്ട, എന്തായാലും അവർ തിരിച്ചു വരുമല്ലേ, അപ്പോൾ നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനു. അങ്ങനെ വേറൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ച് ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാലചന്ദ്രനും കൃഷ്ണയും എത്തുമ്പോൾ അവിടെ ഗംഗാധരനുണ്ട് ഹോസ്പിറ്റലിൽ. അങ്ങനെ ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണ വൈജയന്തിയെ കാണാനായിട്ട് റൂമിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി ആണെങ്കിൽ ഇവളോട് എന്താ ദേഷ്യത്തിലുള്ള പോലെയാണ് ചോദിക്കുന്നത്. കാരണം ഇവൾ അച്ഛൻ്റെ കൂടെയാണല്ലോ നിൽക്കുന്നത്, രോഹിതും ബബിതയും അമ്മയുടെ കൂടെ എന്നുള്ള രീതിയിൽ അമ്മയുടെ അടുത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ അമ്മയുടെ സൈഡാണെന്നുള്ള രീതിയിൽ അവർ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുമല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ
വൈജയന്തി ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്, നീ എന്തിനാ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്, നിനക്ക് അവരുടെ കൂടെ പോകായിരുന്നില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ഞാനെന്തിന് അച്ഛനെ വിട്ടു പോകണം, അച്ഛനല്ലേ എൻ്റെ ലോക്കൽ ഗാർഡിയൻ, പിന്നെ ഞാനെന്തിനാ എൻ്റെ അച്ഛൻ്റെ വീടും ഞങ്ങളുടെ വീടും ഉള്ളപ്പോൾ ഞാനെന്തിനാ അമ്മ വേറെ വീട്ടിൽ പോയി താമസിക്കണേ, അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തിരിച്ച് കൃഷ്ണ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ അല്ലെങ്കിൽ അലീനയുടെ ഭാഗത്താണല്ലോ, നീ അവളുടെ വാക്കും കേട്ട് അവിടെ നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അമ്മേ പാവം അലീന ചേച്ചി എന്ത് ചെയ്തട്ടാ, അമ്മേനോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ ചേച്ചി, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ അലീന ചേച്ചിയെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് അമ്മക്ക് ഇത്ര ദേഷ്യമൊക്കെ ചേച്ചിനോടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവളെന്ത് ചെയ്തെന്നോ, അവളെന്താ ചെയ്യാത്തത്, അവൾ ആ വീട്ടിൽ നിന്ന് താമസിക്കുന്നുണ്ടല്ലേ ഇങ്ങനെ ഇപ്പം എല്ലാം സംഭവിച്ചത്, അവൾ ആ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇത് വല്ലതും സംഭവിക്കുമായിരുന്നോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് വൈജയന്തി. നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, നീയും അച്ഛനും അവളുടെ ഭാഗത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. ഇത് കേൾക്കുന്ന കൃഷ്ണക്ക് എന്താ പറയുക, ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും അവൾ അമ്മയല്ലേ എന്നുള്ള രീതിയിൽ അതൊക്കെ അവിടെ നിന്ന് മൂളി കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് കേട്ടോ, നല്ല പ്രൊമോയാണ് കാണിക്കുന്നത്. നമ്മുടെ ബബിതയും രോഹിതും വീട്ടിലേക്ക് തിരിച്ചു വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നതും അലീന ഡോറ് തുറക്കുന്നതും ദേഷ്യത്തിൽ രോഹിത് അലീനയെ നോക്കി പേടിപ്പിക്കുന്നതും എല്ലാം കാണുന്നുണ്ട്. മാത്രമല്ല പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ വന്നിട്ട് ഉള്ള നല്ല ഡയലോഗും നല്ല അടിപൊളി സീനുകളൊക്കെയാണ് കേട്ടോ നാളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വാച്ച് ചെയ്യുന്ന നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് പറയാണ്. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ടാറ്റാ.